പ്രതീക്ഷ അവർക്ക് വെക്കാം, പക്ഷെ അത് അവരുടെ പ്രതീക്ഷയാണ്. ജനം തീർച്ചയായും UDFന് അനുകൂലമായി വോട്ട് ചെയ്യാൻ മനസ്സിൽ തീരുമാനം ഉറപ്പിച്ച് ഇരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു സംശയമില്ല. അപ്പോൾ കേരളം പോരാട്ടച്ചൂടിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ UDF വലിയ പ്രതീക്ഷയിലാണ്. വനിതാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജബി മേത്തർ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിവാദങ്ങൾ, അതായത് സ്ത്രീകളുടെയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്, ഇങ്ങനെ കുറേ വിവാദങ്ങൾ ഉണ്ടാകുന്നത് UDFന് തിരിച്ചടിയാവും. അതിനേക്കാളും വലിയ യാഥാർത്ഥ്യങ്ങൾ നിലനിൽക്കുകയാണല്ലോ. ജനജീവിതം ദുസ്സഹമാകുന്നതും ജനജീവിതം ദുരിതത്തിലാകുന്നതും ഒക്കെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നതാണ്. വിവാദങ്ങൾ ഉണ്ടാകുന്നത് ചില സമയങ്ങളിൽ അത് ഉണ്ടാകും, ചിലത് ഉണ്ടാകാൻ പാടില്ലാത്തതുമാണ്. നമ്മളൊന്നും ചില വിവാദങ്ങളെ അംഗീകരിക്കുന്നില്ല. ഏതായാലും പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം എങ്ങനെ ദുരിതത്തിലാക്കി ഈ ഗവൺമെന്റ്, അല്ലെങ്കിൽ അവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്താനായി ഒന്നും ചെയ്യാത്ത ഈ ഗവൺമെന്റിനെതിരെയുള്ള വലിയ പ്രതികരണങ്ങളായിരിക്കും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരുടെ മനസ്സിലുണ്ടാകാൻ പോകുന്നത്. ഇപ്പൊ ശബരിമല കൊള്ള മുതൽ വിലക്കയറ്റം രൂക്ഷമാകുമ്പോൾ കുടുംബ ബഡ്ജറ്റുകൾ തകരുന്നത് ഉൾപ്പെടെയുള്ള ആരോഗ്യ മേഖലയുടെ തകർച്ച പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിലയിരുത്തപ്പെടാൻ പോകുന്നത്. അതുകൊണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്നുള്ളത് ഉറപ്പാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ്. ആ മാറ്റം സാധ്യമാകുന്നത് UDFിലൂടെയാണ് എന്ന് ജനങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം. കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നത് ഈ ചെറിയ സംഭവങ്ങളെ പർവ്വതീകരിക്കുന്നു എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? അല്ല, അത് ചിലപ്പോൾ ചില സംഭവങ്ങളൊക്കെ ചർച്ചയായി മാറും. അതിന് അവിടെ UDF അപ്പോൾ തന്നെ അതിനൊരു ആക്ഷൻ എടുത്ത് കഴിഞ്ഞല്ലോ. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണ്, UDF ഇത്തരത്തിൽ എന്ത് വന്നാലും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി അത് ആരും ആയിക്കോട്ടെ ആ ആക്ഷൻ എടുത്ത് പുറത്താക്കേണ്ടവരെ പുറത്താക്കുന്ന ഒരു സമീപനമാണ് UDF കൈകൊള്ളുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള ആള് എന്തെങ്കിലും സംഭവിച്ചാൽ, അതും പരാമർശമല്ല, മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ കേരള ജനതയോടായി മാധ്യമങ്ങളിലൂടെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. ഒരു മന്ത്രിയുടെ ഭാര്യയ്ക്ക് മന്ത്രിയുടെ സ്റ്റാഫ് ആക്രമിച്ച് റൂമിൽ പൂട്ടിയിട്ടു എന്ന് വരെ പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ട് പോലും പൂമാല അണിയിച്ച് ക്യാബിനറ്റ് മീറ്റിംഗിലേക്ക് സ്വീകരിച്ച മുഖ്യമന്ത്രി ദയവ് ചെയ്ത് ഈ അവൾക്കൊപ്പം ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്ക് എന്ന കപ്പ് പിടിച്ചത് കൊണ്ടൊന്നും KSRTC ബസ്സിന് ചുറ്റും ഇത്തരത്തിലുള്ള അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് അവൾക്കൊപ്പം കേരളം മുഴുവൻ ബോർഡ് വെച്ചത് കൊണ്ടൊന്നും അവൾക്കൊപ്പമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പൊ പെട്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആ സ്ത്രീകളോടുള്ള ബഹുമാനം ഇന്നലെ പൊട്ടിമുളയ്ക്കുന്നത് നമ്മൾ കണ്ടു. ആ സംഭവം ഞങ്ങൾ ആരും അത് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണെന്ന് പറയാൻ ഞങ്ങൾ ഉറപ്പാണ്. പക്ഷെ നേരെ മറിച്ച് മുഖ്യമന്ത്രിയുടെ സമീപനം എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നത്? മന്ത്രി ഗണേഷ് കുമാറിന്റെ ഭാര്യ പറഞ്ഞ കാര്യങ്ങളിൽ അതിൽ തന്നെ ഇരട്ടത്താപ്പല്ലേ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ കാലഘട്ടത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നപ്പോൾ ആ നിമിഷം രാജി എഴുതി വാങ്ങിച്ചു. പക്ഷെ അതിനുള്ളിൽ തന്നെ എന്തൊക്കെയായിരുന്നു ഇവിടെ ബഹളം? പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ പറയുന്നു, നാണവും മാനവും ഉള്ളവരെ കൊണ്ടല്ലേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി, അന്നത്തെ പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ നേരെ U-ടേൺ ആണ്. അപ്പോ അവരുടെ ഇരട്ടത്താപ്പും അവരുടെ അവൾക്കൊപ്പം എത്ര പൊള്ളയാണെന്നും ഒക്കെ കേരളത്തിലെ സ്ത്രീകൾക്ക് അറിയാം. ഇപ്പൊ തെരഞ്ഞെടുപ്പ് ഗോദാങ്ങ് ചൂട് പിടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ നിങ്ങൾ സംസ്ഥാന അധ്യക്ഷ നിലയ്ക്ക് കേരളത്തിൽ എല്ലായിടത്തും പോകുന്നുണ്ടല്ലോ. ഇവിടെ നിന്നൊക്കെ LDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളും എല്ലാവരും പറയുന്നത് LDF സർക്കാർ തന്നെ വരും, അതിൽ യാതൊരു സംശയമില്ലെന്ന് പറയുന്നു. നിങ്ങൾ എല്ലായിടത്തും പോകുമ്പോൾ കിട്ടുന്ന ഒരു താങ്കളുടെ ഒരു ജനങ്ങൾക്ക് കിട്ടുന്ന അഭിപ്രായം, പ്രവർത്തകരിൽ നിന്നല്ല, എങ്ങനെയുണ്ട് താങ്കൾക്ക് കിട്ടുന്ന ഒരു UDFന്റെ അധികാരത്തിലേക്ക് വരും? UDF അധികാരത്തിൽ എത്തും എന്നുള്ളത് 100% ഉറപ്പാണ്. അല്ലെങ്കിൽ വേണ്ട, 101% ഉറപ്പാണ്. അത് ജനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ അതൊരു തീരുമാനമെടുത്തതാണ്. അത് തന്നെ നമ്മൾ പ്രതിഫലിച്ചാണ്. ഇപ്പൊ നമ്മൾ ഈ മലപ്പുറത്ത് നിന്ന് സംസാരിക്കുമ്പോൾ ഇവിടുത്തെ ജില്ലാ പഞ്ചായത്തിൽ ഒരു പേരിന് പോലും പ്രതിപക്ഷമില്ല എന്ന് പറയുന്നത് അതൊക്കെ പൊളിറ്റിക്കൽ വോട്ട്സ് ആണ്. ആ പൊളിറ്റിക്കൽ വോട്ട്സിന്റെ മലപ്പുറം ജില്ലയിൽ പ്രതിപക്ഷം പോലും ഇല്ലാത്ത സ്ഥലത്ത് ഇനി അവരെ പ്രതീക്ഷ കേരളം മുഴുവൻ വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവസാന നിമിഷം വരെ പ്രതീക്ഷ വെക്കാം. പക്ഷെ ജനം തീരുമാനമെടുത്തു കഴിഞ്ഞു. ലോക്കൽ ബോഡിയിലെ തെരഞ്ഞെടുപ്പ് പോലെ ഈ നിയമസഭയിൽ പ്രതീക്ഷിക്കാൻ പറ്റുമെന്നാണോ താങ്കൾ പറയുന്നത്?
ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതീക്ഷ അവർക്ക് വെക്കാം, പക്ഷെ അത് അവരുടെ പ്രതീക്ഷയാണ്. ജനം തീർച്ചയായും UDF അനുകൂലമായി വോട്ട് ചെയ്യാൻ മനസ്സിൽ തീരുമാനം ഉറപ്പിച്ച് ഇരിക്കുകയാണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. ഏതായാലും വളരെ ആത്മവിശ്വാസത്തിലാണ് മഹിളാ കോൺഗ്രസ് മാത്രമല്ല എല്ലാ കോൺഗ്രസും UDF മൊത്തം വലിയ പ്രതീക്ഷയിലാണ്. ഏതായാലും പോരാട്ടം വേനൽ ചൂടിനെ വെല്ലുന്ന കത്തി ഉരുകയാണ് കേരളം. അതിനേക്കാൾ ഉരുകിക്കൊണ്ടിരിക്കുക തെരഞ്ഞെടുപ്പ് മത്സരത്തിലെ ബോധം. അപ്പോൾ ഏതായാലും ആത്മവിശ്വാസം UDF നേതാക്കൾക്കും പ്രവർത്തകർക്കും ഉള്ളതുപോലെ സംസ്ഥാന മഹിളാ കോൺഗ്രസിന്റെ അധ്യക്ഷയ്ക്കും അതുപോലെ അവരുടെ കൂടെയുള്ള പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒക്കെ ഉണ്ട്. ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ആരെയാണ് വാഴ്ത്തേണ്ടതെന്ന്. ഏതായാലും തെരഞ്ഞെടുപ്പൊക്കെ ഇനി കൂടുതൽ മത്സരത്തിലേക്ക് കിടക്കില്ല. ആരെ ആണ് സ്വീകരിക്കേണ്ടതെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് ജബ്ബാർ വേണാട്, ചാനട്ടൺ, പെരിന്തൽമണ്ണ. പെരിന്തൽമണ്ണ EMS മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ 150 കോടി രൂപ മുതൽ മുടക്കി അത്യാധുനിക സംവിധാനങ്ങളോടെ നിർമ്മിച്ച രജത ജൂബിലി കെട്ടിട സമുച്ചയം ഫെബ്രുവരി 14 രാവിലെ 9:30 ബഹുമാന്യനായ കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ഈ ചടങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം.